ഓൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ കുറേ കാലമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, അപ്പം ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ പോയി 2 ആഴ്ച മുന്നേ. സോ അന്നത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യണത്. ഞങ്ങൾ നൈറ്റ് 9:30 ഒരു ബസ്സിനാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. സോ ഞങ്ങൾ ബസ് കയറണ സീൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നൈറ്റായ കാരണം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ച്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ പുറത്തിങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ. ആരുടെയും ശല്യം ഉണ്ടാവില്ലല്ലോ. ഇത് കണ്ടില്ലോ ഒരാൾ കടന്നുറങ്ങുന്നത്, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ഞാൻ വെറുതെ കാണിച്ചെന്താണ്. ഇരുട്ടത്തൊന്നും കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. രാവിലെ ഒരു 8 മണി 8:15 ആയപ്പോൾ കോയമ്പത്തൂർ എത്തി. ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇനി ഞങ്ങൾക്കൊരു റൂം എടുക്കണമെന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളവിടെ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു ചായയും വടയും കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വേറെ ഒന്നും കഴിക്കണില്ല ഇപ്പോൾ. എന്നിട്ട് ഞങ്ങൾ എയർപോർട്ട് വരെയൊക്കെ ഒന്ന് നടക്കാം, വെറുതെ കഥകളൊക്കെ പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ എടുത്ത പകുതിയെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണത്. അതാകുമ്പോൾ പിന്നെ 2 ആളെയും കിട്ടുമല്ലോ. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇത് സൂ ഒന്നല്ലല്ലോ, വെറുതെ കൈ വീശി ഉള്ളിൽ കയറാൻ ടിക്കറ്റ് വേണ്ടേ, ടിക്കറ്റ്. അപ്പം ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ നടന്നു. ഞങ്ങൾ അങ്ങനെ നടന്നു പോയിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ റൂമിലേക്ക് നടന്നു. എന്നിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആവണം, ഞങ്ങൾക്കൊന്ന് കുളിക്കണം. കുളിച്ചിട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. അവിടെ അടുത്ത് തന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് നടന്നപ്പോൾ അവിടെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, വേഗം കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തി ഫുഡ് ഓർഡർ ചെയ്തു. പൂരി മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഓരോന്നോരോന്നിട്ടാണ് വന്നത്. പിന്നെ 2 ചായയും പറഞ്ഞു. അപ്പോൾ അതെനിക്കിങ്ങനെ ആറ്റി തന്നുകൊണ്ടിരിക്കുകയാണത്. അങ്ങനെ അവിടുന്ന് നേരെ റെഡിയായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയി. അപ്പോൾ എല്ലാം റെഡി ആയെന്ന് തോന്നുന്നു. സന്തോഷിച്ച് ചിരിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ, ഉച്ചെന്ന് പറയാൻ പറ്റില്ല, 3:15 എന്തോ ആയി ഞങ്ങളവിടെ എത്താൻ. അപ്പോൾ ഹരിഭവനം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് പോയത്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു സൂപ്പ് ഓർഡർ ചെയ്തു. എന്തോ നാടൻ കോഴിയുടെ സൂപ്പാണ് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു. പിന്നെ ഇത് ബോട്ടിയാണ്, മട്ടൻ്റെ ബോട്ടി. പിന്നെ ഞാനൊരു ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണി രാവിലേട്ടൻ പറഞ്ഞു. പിന്നെ ഒരു 2 കറണ്ട് ഓംപ്ലേറ്റ് അങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ, പക്ഷേ അതിൽ ഞങ്ങൾക്ക് എഗ് ബിരിയാണി മാത്രം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു മാമൻ്റെ വീടുണ്ട് അവിടെ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. രാത്രി 10 മണിക്കാണ് ബസ്. സോ നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് വരാമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സൺസെറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അവിടെ അവരുണ്ടായിരുന്ന കഥകളും, രാവിലേട്ടൻ ഇവിടെയാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ ഇറങ്ങുന്ന സീനാണ് കാണുന്നത്. ഒരു ടാറ്റ. അവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൊരു 10 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ബസ് വന്നു. ഇതേ ഞങ്ങൾ ബസ് കയറി. അപ്പം ഞങ്ങൾ കോയമ്പത്തൂർ പോയ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബായ്.